ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇന്ന് നമുക്ക് രാമനാമത്തിൻ്റെ ശക്തിനെ കുറിച്ചിട്ട് കേൾക്കാം കേട്ടോ. നമ്മളെ കാശി രാജാവ് മായാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ചക്രായുധം പ്രയോഗിക്കേണ്ടായിട്ടോ. എന്നാൽ തൻ്റെ മായ കൊണ്ട് മായാസുരൻ അവിടെ നിന്ന് രക്ഷപ്പെടുക. എന്നാൽ ആ ചക്രായുധം ഒരു മരത്തിൽ പോയി പതിച്ചു. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ വിശ്വാമിത്രൻ തപസ് ചെയ്യുന്നത് കാശിരാജാവ് അറിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ തപസ്സിന് വിഘ്നം വരികയാണ്. ഇത് അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ രാമനോട് പോയി പറയാണ്, അവന് എന്നെ കാശി രാജാവ് എൻ്റെ തപസ്സിന് വിഘ്നം വരുത്തി, അപ്പോൾ അവന് തക്കതായ ശിക്ഷ നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമസ്വാമി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സന്ധ്യയുടെ ഉള്ളിൽ കാശി രാജാവിനെ ഞാൻ വധിച്ചിരിക്കുന്നു പറയുകയാണ്. ഇതറിഞ്ഞ കാശി രാജാവ് പോവുകയാണ് നേരെ നമ്മളെ ഹനുമാൻ സ്വാമിയുടെ അമ്മയുടെ അടുത്തേക്ക്. അഞ്ജനാദേവിയോട് പറയാണ്, എന്നെ രക്ഷിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് എൻ്റെ പ്രാണന് ആപത്താണ്, അപ്പോൾ അമ്മ എന്നെ രക്ഷിക്കണം എന്നുണ്ട്. കാൽക്കൽ വീണിട്ട് തനിക്ക് പറ്റിയ അപരാധങ്ങളും പറയാണ്. അപ്പോൾ പറയും ഹനുമാനോട് പറയാൻ. ഹനുമാൻ സ്വാമിയോട് ആദ്യം എങ്ങനെ പറയണം? രാമൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പറയണം. എന്നിട്ട് വേണം തന്നെ രക്ഷിക്കേണ്ട, തനിക്ക് പറ്റുന്ന ആപത്തിനെ കുറിച്ച് പറയാനെന്ന് അഞ്ജനാദേവി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രാമനാമത്തിൽ ഹനുമാൻ സ്വാമിയോട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് കാശി രാജാവ് തനിക്ക് വരാൻ പോകുന്ന ആപത്ത് ശ്രീരാമസ്വാമിയിൽ നിന്നാണെന്നുള്ളത് പറയണത്. അപ്പം രാമനാമത്തിൽ സത്യം ചെയ്തു പോയി ഹനുമാൻ സ്വാമി. അപ്പോൾ തൻ്റെ സത്യത്തിനെ നിലനിർത്തും വേണം. എന്നാൽ ഭഗവാന് ഭഗവാൻ അതൊരു ദോഷമായിട്ട് വരും ചെയ്യരുത്. കാരണം ഭഗവാന്റെ ഉത്തമ ഭക്തനാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ താനൊരു പ്രതിസന്ധിയിലായെന്ന് ഹനുമാൻ സ്വാമിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടോ. അപ്പോൾ ഹനുമാനോട് പറയും, നീ അവനെ കാശി രാജാവിന് വിട്ടേക്ക്. കാരണം എനിക്ക് എൻ്റെ ഗുരുവിന് നൽകിയ ആ ശപഥത്തെ എനിക്ക് നിറവേറ്റണം. അതുകൊണ്ട് കാശി രാജാവിനെ വിട്ടുതരാൻ പറയും. അപ്പോൾ ഹനുമാൻ സ്വാമി പറയും, ഞാൻ സത്യം ചെയ്തത് രാമനാമത്തിലാണ്. അപ്പോൾ ആ രാമനാമത്തിൽ സത്യം ചെയ്തതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ വിട്ടയക്കാൻ പറ്റില്ല. എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടാലും കാശി രാജാവിനെ എനിക്ക് വിട്ടയക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അത്രയ്ക്കും സത്യമുണ്ടോ നിൻ്റെ രാമനാമത്തിന് എന്ന് ചോദിക്കും. ഭഗവാൻ തന്നെ ചോദിക്കും. തീർച്ചയായിട്ടും ഉണ്ട് എന്നറിയും. എന്നാൽ ഭഗവാൻ അയക്കുന്ന അസ്ത്രങ്ങളൊക്കെ ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ പൂവായി വർഷിക്കപ്പെട്ടു എന്നും പറയുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഭഗവാന്റെ ദേഹത്തിൽ, ഹനുമാൻ സ്വാമിയുടെ ദേഹത്തിൽ കൊണ്ടില്ല. ബ്രഹ്മാസ്ത്രങ്ങൾ പോലും പുഷ്പമായി മാറിയെന്ന് പറയുന്നത്. അത്രയും രാമനാമം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമ ഭക്തനാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി കഴിഞ്ഞേ ഉള്ളൂ ആരും. അവസാനം വിശ്വാമിത്ര മഹർഷി താൻ ആവശ്യപ്പെട്ട ആ വരത്തിൽ നിന്നും പിന്മാറുകയാണ്. ഭഗവാന്റെ ഉത്തമ ഭക്തൻ തന്നെയാണ് എന്നും വിജയിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ അവിടെ നടന്നത്. ഭഗവാൻ ആയുധങ്ങൾ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയെങ്കിൽ പോലും ഒരായുധം പോലും സ്വീകരിക്കാതെ തൻ്റെ ഭഗവാന്റെ നാമം ചൊല്ലിയിരുന്നു കൊണ്ട് ആ ഒരു തപസ് തന്നെയാണ്. തൻ്റെ ഭഗവാന്റെ ഭക്തൻ തന്നെയാണ് കാശിരാജാവ് എന്നുള്ളത് ഹനുമാൻ സ്വാമിക്ക് അറിയാം. അപ്പം ആ ഹനുമാൻ സ്വാമിനെ രക്ഷിക്കുന്നത് പോലും ഭഗവാൻ തന്നെ ഏൽപ്പിച്ച ദൗത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹനുമാൻ സ്വാമി അത് ഹൃദയത്തിൽ ചേർത്തിട്ട് അതിനെ സ്വീകരിച്ചില്ലേ. ആ സ്വീകരിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും നമുക്കൊക്കെ ഉള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഭഗവാൻ. എനിക്ക് ഈ കഥ ഇങ്ങനെ പറയാൻ സാധിച്ചതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.